ഭയപ്പെടുത്താൻ ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ ആശ്വാസം കണ്ടെത്തുമ്പോഴും ഒരു കൈയകലത്തിലാ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഒഴിവായത്. ചിലപ്പോ ഇനി ഇതാവില്ല സ്ഥിതി. ഒരു കയ്യബദ്ധത്തിൽ ആരുടെയെങ്കിലും ജീവൻ എടുത്ത അന്ന് സത്യം വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലാതെ വരും. വീട്ടിലുള്ളവരെയൊക്കെ ഉപദ്രവിച്ചു തുടങ്ങിയ സ്ഥിതിക്ക് ഇനി മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് നെല്ലിശ്ശേരിക്കാരെ എല്ലാ സത്യങ്ങളും പറഞ്ഞ് ബോധിപ്പിച്ച് അവന്തിക അവിടെ നിന്ന് ഇറക്കി വിടണം. അങ്ങനെ ഇറക്കി വിട്ടാ അവര് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ ഡോക്ടറിന്? ഞാൻ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കും, എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷേ ഇതെല്ലാം അവന്തിക ചെയ്ത് കഴിഞ്ഞൊന്ന് സ്ഥാപിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. നമുക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടായി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താവുമെന്നൊരു ചിന്ത എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇപ്പൊ കൺമുമ്പിലുള്ളതുകൊണ്ട് അവരുടെ പ്രവൃത്തികൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നെല്ലിശ്ശേരിയിൽ നിന്ന് ഇറക്കി വിട്ട ആ ദേഷ്യത്തിൽ അവന്തിക എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ലെന്ന് വരും. ഇപ്പൊ ഇങ്ങോട്ട് വന്നത് തന്നെ എന്തുമാത്രം പേടിയോടെ വന്നതെന്നറിയോ? എനിക്കറിയാം ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവന്തികയുടെ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഹലോ, അവിടെ എന്തായി? നിങ്ങൾ അവിടെ ചെന്നോ? മാഡം, അർച്ചന സന്ധ്യ ഡോക്ടറുടെ വീട്ടിലുണ്ട്. ഞങ്ങൾ ആ വീടിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. അവൾ ഇവിടുന്ന് ഇറങ്ങിയ ശേഷം ഞാൻ വിളിച്ചോളാം. അതുപോലെ പോരാ, നിങ്ങൾ അകത്തേക്ക് കയറ്. എന്നിട്ട് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്ക്. മേഡം, അത് അവര് നമ്മളെ കണ്ട കാണരുത്. അഥവാ കണ്ടെന്തേലും പ്രശ്നമായാ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനെങ്കിലും തീർത്തിട്ടേ തിരികെ വരാവൂ. ഇനി ഇതില് ആലോചിക്കാനൊന്നുമില്ല. ആദ്യം സേതുവങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയുക. ഇനി ഒരു ചാൻസ് അവന്തികയ്ക്ക് കൊടുക്കരുത്. അതെ, ഇതിപ്പോ അർച്ചനയുടെ കാര്യം മാത്രമല്ല, വേണ്ടപ്പെട്ട നിരപരാധികളുടെ ജീവന്റെ കാര്യം കൂടിയാ. എന്തായാലും എല്ലാവരെയും അറിയിക്കണം. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. അർച്ചന ധൈര്യമായിട്ടിരിക്കും. നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാനിപ്പോ വരാം. ഡോക്ടർ പറഞ്ഞത് തന്നെ ശരി. ഇനി അവന്തിക മറ്റാരെയും ഉപദ്രവിക്കാൻ പാടില്ല.
ഇനിയും നമ്മളത് രഹസ്യമാക്കി വെക്കുന്നത് അവന്തിക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസായി മാറും. അതുകൊണ്ട് ഇന്നിപ്പോൾ തന്നെ എല്ലാ അച്ഛനോട് പറയണം. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയില്ല ഞാനിപ്പോൾ. മനസ്സിനെ പിടിച്ചടക്കി എത്ര നാൾ കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എല്ലാം തുറന്നു പറയാല്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ ഡോക്ടർ. ഇനിയിൽ നിന്ന് മനസ്സ് മാറുന്നതിന് മുമ്പ് ഞാൻ പോയി അച്ഛനോട് സംസാരിക്കട്ടെ. ശരി. അല്ല, ഇതെങ്ങോട്ട് പോയി? ഒരു മിനിറ്റ്. ഇക്ക, അവിടെ എന്ത് ചെയ്യുക? ഞാനീ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യാൻ നോക്കായിരുന്നു. അർച്ചന പോവാനായി നിൽക്കുന്നു. ആ, ഞാൻ വരുന്നു എന്ന് പറ. ശരി. ഞാൻ പൊയ്ക്കോളാം. പക്ഷെ അതിനു മുമ്പ് ആദ്യം എനിക്കൊന്ന് കാണണം. നീ ആരെയും കാണാൻ പോണില്ല. ആർക്കും നിന്നെ കാണാൻ വേണ്ട. ഇനി ഇവൻ ഈ പേരും പറഞ്ഞ് ഇവിടെ വന്നാ ഇവന്റെ കാല് ഞാൻ വെട്ടിയെടുക്കും. കമല എന്താ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു? ഏയ് അല്ല, സേതുവേട്ടനെ പെട്ടെന്ന് കണ്ടപ്പോ വരൂ. നമസ്കാരം. ഇരിക്കണം. എങ്ങനെയുണ്ട് ഇപ്പോ? വേദന കുറവുണ്ട്. അങ്കിളിപ്പോ വന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ. സച്ചിയും കൂട്ടി വരാന്നാ കരുതിയത്. അവൻ ഓഫീസിൽ എന്തോ അത്യാവശ്യം. അതാ പിന്നെ സന്ദീപിനെയും കൂട്ടി വന്നത്. കാര്യങ്ങളൊക്കെ അർച്ചന മോളും സച്ചിയും പറഞ്ഞു. എല്ലാം വിധിയെന്നോർത്ത് സമാധാനിക്കാൻ നല്ലതെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? മോളൂടെ ഉണ്ടായിരുന്നോ? അല്ല,
ആവണി മോളെവിടെ? ഇവിടെ അടുത്തൊരു വീട്ടില് ട്യൂഷന് വിടുന്നുണ്ട്. അവിടെ പോയിരിക്കുക. അന്ന് സന്ദീപിന്റെ അനഘയുടെയും വിവാഹത്തിന് വന്ന ശേഷം നിങ്ങളെ ആരെയും അങ്ങോട്ട് കണ്ടില്ല. എന്തുപറ്റി? എന്റെ ഗുരുതുല്യനായൊരു സ്വാമിയുണ്ട്, വൈകുണ്ഠസ്വാമി. അദ്ദേഹം ചില തടസ്സങ്ങൾ പറഞ്ഞതുകൊണ്ടാ ഈ വിവാഹം നീട്ടിവെച്ചത്. ഉടനെ ഞാൻ ആശ്രമത്തിലേക്ക് പോകുന്നുണ്ട്. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഇവന്റെ വിവാഹം ഉടനെ നടത്തണം. ഞാനായിട്ടുണ്ടാക്കിയ പുകിലുകളായത് മുഴുവൻ. ചുമ്മാ ഇരുന്ന പിള്ളേരുടെ മനസ്സിലേക്ക് ആഗ്രഹം കുത്തിവെച്ചത് ഞാനാ. അതുടനെ നടത്തിയില്ലെങ്കിൽ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടും. പിന്നെ സേതുവേട്ടന് കുടിക്കാൻ എന്താ വേണ്ടേ? ചായ തന്നെ മതി. ഞാൻ ചായ എടുക്കാം. അതിലേ വാ. ആതിരയ്ക്കും വിവാഹപ്രായമൊക്കെ ആയി. ആലോചനകൾ വല്ലതും നോക്കുന്നുണ്ടോ? ഒരു വിവാഹം ഏതാണ്ട് ഉറപ്പിച്ച മട്ട. നന്നായി. പെൺകുട്ടികളെ വേഗം കെട്ടിച്ചയക്കുന്നത് തന്നെയാ നല്ലത്. ഇവന്റെ കാര്യം കഴിഞ്ഞു വേണം സ്നേഹയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. അതിലൊന്നും എനിക്കൊരു ടെൻഷനുമില്ല. ടെൻഷൻ മുഴുവൻ ഇവന്റെയും അനഘയുടെയും കാര്യത്തിലാണ്. ആതിരയെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യന് എന്താ ജോലി? ടൗണിലൊരു മൊബൈൽ ഷോപ്പ് നടത്തുക. എൻ്റെ അവസ്ഥയൊന്ന് മാറിയാൽ അത് നടത്താനും തീരുമാനം. ഞാനിപ്പോ എവിടേക്ക് വന്നത് പറയണമെന്നില്ല. എനിക്കറിയാൻ കാര്യം എന്താന്ന്. അർച്ചനയോടൊപ്പം ഞാനും ഇക്കയും നിൽക്കരുത്. അർച്ചനയെ സഹായിച്ച ഞങ്ങൾക്ക് ആപത്താണ്. ഇതൊക്കെയല്ലേ കണ്ടന്റ്? അത് തന്നെയാ. പക്ഷേ കഥയിൽ വലിയൊരു ട്വിസ്റ്റ് വന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അർച്ചന പ്രസവിക്കില്ലാന്ന് എല്ലാരെയും അറിയിക്കുന്ന ചടങ്ങാ. രണ്ടുപേരുടെ മുഖത്ത് ഞെട്ടലിന് പകരം പുച്ഛം വന്നെന്നറിഞ്ഞെന്റെ കാര്യം എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ പേടിപ്പിക്കാൻ എപ്പോഴത്തെയും പോലെ വെറുതെ പറയുന്നതെന്നുള്ള ധാരണയല്ലേ? എന്നാൽ അങ്ങനല്ല. അർച്ചന അവന്തികയാവാൻ നോക്കുന്നുണ്ട് നെല്ലിശ്ശേരി വീട്ടിൽ. കുടുംബ പാരമ്പര്യം എടുത്താലും ജനുസിന്റെ ഗുണം എടുത്താലും അവന്തികയ്ക്ക് താഴെയാ എപ്പോഴും അർച്ചന. അങ്ങനെ ഉറപ്പിച്ചു പറയാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവന്തികയെ നിന്റെ മുഖത്ത് ആരും മനസ്സിലാക്കില്ല എന്ന് കരുതി ഭയം ഒളിപ്പിക്കുന്നത്? നാവ് കള്ളം പറയുമ്പോഴും നിന്റെ മുഖം വിളിച്ച് പറയുന്നുണ്ട് സത്യങ്ങളെല്ലാം. അർച്ചന പ്രഗ്നന്റ് ആവില്ല എന്ന് വളരെ കുറച്ചു പേർ മനസ്സിൽ സൂക്ഷിക്കുന്ന സത്യത്തെ നീ എല്ലാവരെയും അറിയിക്കുമ്പോൾ നീ കരുതുന്നത് തന്നെ നടക്കുമെന്ന് നിനക്കെന്താ എത്ര ഉറപ്പ്? ഈ ലോകത്ത് കുഞ്ഞുങ്ങളുണ്ടാവാത്ത ആദ്യത്തെ ആളൊന്നുമല്ല അർച്ചന. ധാരാളം പേരുണ്ട്. അതൊരു മാറാത്ത വിഷമവുമായി കൂടെ ഉള്ളപ്പോഴും സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്നവര്, അതിലൊരാളാണ് അർച്ചനയും. കൊള്ളാം. ഡോക്ടറുടെ ഈ വാക്ക് മതി അർച്ചനയ്ക്ക് സ്വർഗരാജ്യത്ത് ഒരു മുൻ സീറ്റ് കിട്ടാൻ. ഇനി അർച്ചനെ വാഴ്ത്തപ്പെട്ടവളായി കൂടെ പ്രഖ്യാപിച്ച എല്ലാം തികഞ്ഞു. എനിക്കറിയാം ആ സത്യം ഞാൻ എല്ലാവരെയും അറിയിക്കുമ്പോ എന്താ നടക്കാൻ പോകുന്നതെന്ന്. നെല്ലിശ്ശേരി വീടൊന്ന് കുലുങ്ങും. കുലുക്കു ഈ അവന്തിക. അതിനുള്ള സാമർഥ്യം എനിക്കുണ്ട്. അതെനിക്കറിയാം. ആ സാമർഥ്യം നീ പലപ്പോഴേ കാണിക്കുന്നുണ്ടല്ലോ. നീയൊക്കെ എന്റെ എന്ത് സാമർഥ്യം കണ്ടുന്നാ? ഞാനത് കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ സന്ധ്യയെ. ഇടയ്ക്ക് ഞാനൊന്ന് പതറിപ്പോയി എന്നുള്ളത് സത്യം.
നെല്ലിശ്ശേരി മുച്ചൂടും മുടിക്കാൻ തീരുമാനിച്ചിറങ്ങിയ ശേഷം അവന്തികയ്ക്ക് തെറ്റു പറ്റിയിട്ടില്ലായിരുന്നു അർച്ചന അവിടേക്ക് വരുന്നത് വരെ. അവളെ ഞാനൊരു ശത്രുവായി കണ്ടില്ല എന്നുള്ളത് സത്യമാ. ഇപ്പോഴും കാണുന്നില്ല. കാരണം അവൾക്ക് ജയിക്കാൻ നിങ്ങളുടെയൊക്കെ സഹായം വേണം. അവന്തികയ്ക്ക് അതിന്റെ ആവശ്യമില്ല. ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യാനും തല വെട്ടി വീഴ്ത്താനും മനസ്സ് പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞാൻ. എന്റെ കത്തിമുനയിലോ അവളുടെ അടിവയറ്റിൽ എന്റെ ഒരു ചവിട്ടിലോ തീരാവുന്നതേ ഉള്ളൂ അർച്ചന എന്ന എന്റെ ശത്രു. പിന്നെ ചെയ്യാത്തത് അവളായിട്ട് ഒഴിഞ്ഞു പോണം. ആ വീട്ടിൽ നിന്നും എല്ലാവരുടെയും മനസ്സിൽ നിന്നും എന്റെ കൺമുന്നിൽ. അതിനെന്റെ കയ്യിലുള്ള ആയുധ നേരത്തെ ഞാൻ പറഞ്ഞ പരസ്യമാകുന്ന രഹസ്യം. ഇതെല്ലാം നിന്റെ തെറ്റിദ്ധാരണ അവന്തിക. സത്യം എല്ലാരും അറിയുമ്പോ അർച്ചനയെ കൂടുതൽ സ്നേഹിക്കുകയുള്ളൂ. കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞ ഉടനെ അടിച്ചിറക്കി പിണ്ടം വയ്ക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. അവന്തികയെ പോലെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുടെ മനസ്സിലേ ഉള്ളൂ അത്തരം ആചാരങ്ങളൊക്കെ. എന്നെപ്പോലെ നെല്ലിശ്ശേരിയിലെ എല്ലാവരെയും കൊണ്ട് ഞാൻ ചിന്തിപ്പിച്ച പോരെ. ഒരു പേരക്കുട്ടിക്ക് വേണ്ടി ആറ്റുനോറ്റ് കാത്തിരിക്കുന്ന സേതുമാധവന്റെ സ്വപ്നം വിഫലമാണെന്ന് അറിയുമ്പോൾ, താൻ താലി കെട്ടിക്കൊണ്ടുവന്ന ഭാര്യ ഒരു മച്ചിപ്പശുവിന് തുല്യമാണെന്ന് അറിയുമ്പോഴും അർച്ചനയോട് അവർക്ക് സ്നേഹമാണെന്ന് തോന്നുന്നതെങ്കിൽ ആ സ്നേഹത്തെ വെറുപ്പാക്കി മാറ്റാൻ ഈ അവന്തികയ്ക്കറിയാം. അതുകൊണ്ട് അവള് പറഞ്ഞ് മനസ്സിലാക്ക്, എന്നോടുള്ള ഈ കളി തീക്കളിയാണെന്നും എല്ലാം അവസാനിപ്പിക്കാനും. അത്രത്തോളം കാലം ആ പരമമായ സത്യം എന്റെ ഉള്ളിലിരിക്കും. അതല്ല എന്നെ തറ പറ്റിച്ചേ അടങ്ങൂന്നുള്ള വാശിയിൽ കച്ചകെട്ടി ഇറങ്ങുകയാണെങ്കിൽ പിന്നെ എന്റെ നാവിന്റെ കെട്ട് ഞാനങ്ങ് അഴിച്ചുവിടും. മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തേക്ക് നിന്റെ പുതിയ കൂട്ടുകാരിക്ക്. അവന്തിക ഒന്നവിടെ നിന്നേ. നീ ഈ പറയും എന്ന് പറയുന്ന കാര്യം നിനക്കിനി ഒരിക്കലും പറയാൻ പറ്റില്ല. അതിനു മുന്നേ നീ നെല്ലിശ്ശേരി പടിയിറങ്ങും. ഇറക്കും അർച്ചന. അതിനി വർഷങ്ങളോ ദിവസങ്ങളോ ഒന്നുമില്ല, മണിക്കൂറുകളേ ഉള്ളൂ. ഒരു മാപ്പിനപ്പുറം ഒന്നും ആ വീട്ടിൽ നിനക്ക് പറയാനാവില്ല. അവന്തികയ്ക്ക് കാര്യം പിടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞുതരാം. നിന്റെ ഇത്രയും നാളത്തെ കഥകളുടെ കെട്ടഴിക്കാൻ അർച്ചന പോയിട്ടുണ്ട്. സ്വന്തം കൂടപ്പിറപ്പിനെ വണ്ടി ഇടിച്ചൊക്കെ കൊല്ലാൻ നോക്കിയാ പിന്നെ അർച്ചന വെറുതെ ഇരിക്കോ? നേരത്തെ അവന്തിക പറഞ്ഞില്ലേ നെല്ലിശ്ശേരി വീട് കുലുങ്ങുമെന്ന്. ഇന്ന് ശരിക്കും കുലുങ്ങും. കുലുക്കും അർച്ചന. ഇതാണ് നീ ആദ്യം പറഞ്ഞ എൻഡ് ട്വിസ്റ്റ്. ഇത് നിന്നെ കണ്ട ഉടനെ പറയണമെന്ന് തോന്നിയെങ്കിലും അവസാന നിമിഷം പറഞ്ഞത് അർച്ചന നെല്ലിശ്ശേരിയിൽ എത്തുന്നതിന് മുൻപ് നീ ഇടങ്കോലിടാതിരിക്കാനാ. അർച്ചന അവിടെ എത്തി സേതുങ്ങളോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിച്ചു അവന്തിക എന്ന അധ്യായം. വേഗം ചെല്ല. എന്നിട്ട് അർഹിക്കാത്ത മാപ്പിന് ഒരു ശ്രമം നടത്തി നോക്കുക. എങ്കിലും ഇന്നത്തോടൊരു തീരുമാനം ഉണ്ടാവും എല്ലാത്തിനും. എന്ത് അസംബന്ധം അനൂപി പറയുന്നത്? ഞാൻ പറഞ്ഞത് അസംബന്ധമാണോ സത്യമാണോന്ന് ദേ മോൻ അടുത്ത് നിൽക്കല്ലേ, ചോദിച്ചു നോക്ക്. എന്റെ മോനെ എനിക്കറിയാം. അവൻ അങ്ങനൊരു ഇഷ്ടമുണ്ടെങ്കിൽ അവനത് എന്നോട് പറയും. വെറുതെ ഊഹാപോഹം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയരുത്. അങ്ങനെ തോന്നിയ വഴിക്ക് നടക്കുന്നവരല്ല എന്റെ മക്കൾ ആരും. ഇവിടുത്തെ പെണ്ണിന് ഇവനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞു മാറ്റണമായിരുന്നു. അതെന്താ സേതുട്ടാ അങ്ങനൊരു സംസാരം? കമലേ,
മാഷിനെ തടയണ്ട. നമ്മുടെ മോളെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? എന്റെ മക്കളെ പറയുന്നത് കേട്ടും എനിക്ക് വെറുതെ നിൽക്കാനാവില്ല, അതാരായാലും. സേതുട്ടാ, എന്റെ മോള് ചെയ്ത അതേ കുറ്റം തന്നെയാണ് നിങ്ങളുടെ മകൻ സന്ദീപും ചെയ്തിരിക്കുന്നത്. ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്രയും മുന്നേ ഞാൻ ഇവളെ പറഞ്ഞ് പിന്തിരിപ്പിച്ചേനെ. അത് അറിഞ്ഞിട്ടും പിന്തിരിപ്പിക്കാമായിരുന്നു.